പൈതൃക മൂല്യങ്ങൾ മുറുകെ പിടിച്ചമർദ്ദകാലത്തിൽ ഭാരതം വികസന കുതിപ്പിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാംലല്ല കുടിലിൽ നിന്ന് മാറുമ്പോൾ അയോധ്യയും വികസനത്തിന്റെ പുതിയ ഉയരത്തിലാണെന്നും അയോധ്യയിൽ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ 140 കോടി ജനങ്ങളും വീടുകളിൽ ശ്രീരാമജ്യോതി തെളിയിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾക്ക് മുൻപാണ് പൈതൃക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാകും ഭാരതത്തിന്റെ മുൻപോട്ടുള്ള യാത്രയെന്ന് അയോധ്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. തീർത്ഥാടന കേന്ദ്രങ്ങൾ മനോഹരമാക്കുന്നതുപോലെ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ലോകം കീഴടക്കാനും വികസന നേട്ടങ്ങൾ കൈവരിക്കാനും ഭാരതത്തിന് ഇന്ന് സാധിക്കും. രാമക്ഷേത്രത്തോടൊപ്പം അയോധ്യയും മാറുകയാണെന്നും വികസനം ഇവിടുത്തെ ജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज विकसित भारत के निर्माण को गति देने के अभियान को अयोध्या नगरी से नई ऊर्जा मिल रही है. इंफ्रास्ट्रक्चर से जुड़े ये काम आधुनिक अयोध्या को देश के नक्शे पर फिर से गौरव के साथ स्थापित करेंगे. दुनिया में कोई भी देश हो, अगर उसे विकास की नई ऊंचाई पर पहुंचना है तो उसे अपनी विरासत को संभालना ही होगा. हमारी विरासत हमें प्रेरणा देती है, हमें सही मार्ग दिखाती है. इसलिए आज का भारत पुरातन और नूतन दोनों को आत्मसात करते हुए आगे बढ़ रहा है. മുൻപ് ഒരു ഡിസംബർ 30 ആൻഡമാനിൽ ദേശീയ പതാക ഉയർത്തി നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചെങ്കിൽ ഇന്ന് ഡിസംബർ 30 അയോധ്യയിൽ ചരിത്രം കുറിക്കുന്ന വികസന പദ്ധതികൾക്ക് തുടക്കമിടുകയാണ്. ജനുവരി 22 രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്കായി ലോകം മുഴുവൻ കാത്തിരിക്കുന്നു. അന്ന് 140 കോടി ജനങ്ങളും വീടുകളിൽ ശ്രീരാമജ്യോതി തെളിയിച്ച് ആഘോഷിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. 22 जनवरी को जब अयोध्या में प्रभु राम विराजमान हो, अपने घरों में भी श्री राम ज्योति जलाएं, दीपावली मनाएं. 22 जनवरी की शाम पूरे हिंदुस्तान में जगमग जगमग होनी चाहिए. लेकिन साथ ही मेरे सभी देशवासियों से एक करबद्ध प्रार्थना और भी है. हर किसी की इच्छा है कि 22 जनवरी को होने वाले आयोजन का साक्षी बनने के लिए वो स्वयं अयोध्या आए. ഇന്ന് രാംലല്ലയ്ക്ക് മാത്രമല്ല രാജ്യത്തെ 4 കോടി പാവപ്പെട്ടവർക്കും വീട് നൽകിയിട്ടുണ്ട്. വികസന നേട്ടങ്ങളോടെ രാജ്യത്തിന്റെ ഭൂപടത്തിൽ ആധുനിക അയോധ്യയെ അടയാളപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പഴനി കാവടി യാത്ര, ശബരിമല തീർത്ഥാടനം, കേരളത്തിലെ നാലമ്പല യാത്രയും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചു. അയോധ്യാധാം റെയിൽവേ സ്റ്റേഷൻ, മഹർഷി വാത്മീകി വിമാനത്താവളവും വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനം, ഡൽഹി.